സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ വലിയൊരു ദൈവവിശ്വാസിയാ, അതിലും വലിയൊരു അന്ധവിശ്വാസിയും. അമ്മയുടെ വീക്ക്നെസ് ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവുക. എങ്ങനെ? ജാതകദോഷം. നീ നോക്കിക്കോ മച്ച, വിത്തിൻ ഡേയ്സ് സുന്ദരി എന്റെ വീട്ടിൽ നിന്ന് പോയിരിക്കും, എന്റെ ജീവിതത്തിൽ നിന്ന്. As well as Chennai has reportedly recorded its highest rainfall since 2020. The city recorded rainfall of over 25 centimeters, while the rainfall over 15 centimeters lashed the city apart. Several parts of the city have been waterlogged since yesterday. In 2020, nearly 3 million were out of services, and the city recorded over അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? വേറെ പണിയില്ലാത്തോണ്ടല്ലേ സീരിയൽ കാണുന്നത്. നീ ആ റിമോട്ടിങ് വന്നേ, ഈ ന്യൂസ് ഒന്ന് കഴിയട്ടെ. മതി ന്യൂസ് കണ്ടത്, ഒന്ന് എണീച്ച് പോടുന്നു. സമാധാനായിട്ടൊരു ന്യൂസ് കാണാൻ പോലും സമ്മതിക്കില്ലേ? അയ്യോ, ദേഷ്യായിന്ന് തോന്നുന്നു. പിന്നെ ദേഷ്യം. മോൾ എവിടെ ഇരുന്ന് സീരിയൽ കാണും? അയ്യോ, തുടങ്ങിയല്ലോ, കഷ്ടായി. മോള് സീരിയലൊക്കെ കാണാറുണ്ടോ? വല്ലപ്പോഴും. കണ്ടു നോക്ക് സ്ഥിരം, നല്ല രസാ. അറിയാൻ വയ്യാത്ത കഥയൊക്കെ അമ്മ പറഞ്ഞുതരാം. നാളെ അർജുൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ വിളിക്കണം. അമ്മയും നീയും. അമ്മേ, കാര്യം അറിയാവൂ. അമ്മേ, അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മ ഒന്നിങ്ങോട്ട് വരുവോ? അമ്മേ, ഇത് അവന്റെ സ്ഥിരം പതിവാ. ഞാൻ സീരിയൽ കാണുന്ന സമയത്ത് അവന് 100 ആവശ്യങ്ങളാ. എത്ര രൂപയാ കുട്ടിക്ക് ആവശ്യം? അമ്മേ, സ്വപ്നം കണ്ട് നിലവിളിക്കാറൊന്നുമില്ലല്ലോ. എത്ര നേരമായിട്ട് വിളിക്കുന്നു? ഒന്നിങ്ങോട്ട് വാ അമ്മേ. അല്ല, എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാലേ പക്ക സൈലൻസ് വേണം. അമ്മ ടിവി കാണാ. ഇതിനകത്തിരുന്ന് എന്റെ ആഷ് കളർ ഷർട്ട് എവിടെ? ആഷ് കളർ ഷർട്ട് അത് കഴുകിയിട്ടു. കഴുകിയോ? എങ്ങനെ? വാഷിംഗ് മെഷീനില്. എടി, നിന്നോട് ആരാ പറഞ്ഞ അതിർത്ത് കഴുകാൻ? നിനക്ക് ആ ഷർട്ടിന്റെ ക്ലോത്ത് ഏതാണെന്ന് അറിയോ? അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയോ? വാഷിംഗ് മെഷീനിൽ കഴുകിയ പോലും എല്ലാം കൂടെ നശിപ്പിച്ച് കാണുന്നത്. അത് കഴുകാൻ പാടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി. എടി, പട്ടിക്കാട്ടില് വളർന്നവർക്ക് ക്ലോത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയണമെന്നില്ലല്ലോ. മേലിൽ എന്റെ ഏതെങ്കിലും തുണി നീ കൈകൊണ്ട് തൊട്ട എന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയും. മനസ്സിലായടി? അപരിചിതരായ 2 പേര്, അതിനപ്പുറത്ത് ഒരു ബന്ധവും നമ്മൾ തമ്മിൽ വേണ്ട. പറഞ്ഞു കേട്ടല്ലോ? കേട്ടു. ഇനി ഞാൻ ആവർത്തിക്കില്ല. എന്തോന്നാടാ ഇവിടെ ഒരു ബഹളം? എന്റെ അമ്മേ, എന്റെ ആഷ് കളർ ഷർട്ട് എടുത്ത് ഇവിടെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി കളഞ്ഞു. നാശമായി കാണും അത്. അതിനാണോ നീ കിടന്ന് ബഹളം വെച്ച് ആ കൊച്ചിനെ കരയിച്ചത്? ഓഹോ. മോള് വിഷമിക്കണ്ട, മോള് ചെല്ല്. എന്തിനാടാ കൊച്ചിനോട് ഇങ്ങനെ കടിച്ചു കയറാൻ നിക്കുന്നേ? പാവല്ലേടാ അവള്.
ഓ പാവം. പാവമായ മാത്രം പോരാ. നിനക്കിതെന്താ പറ്റിയേ? സുന്ദരിയോട് ഇതുവരെ നീ ഒന്ന് ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താ പറ്റിയേ? അത് അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. പറഞ്ഞാ ശരിയാവില്ലെന്ന് പറഞ്ഞാ എന്തോ ഉണ്ടെന്നാണല്ലോ. നീ കാര്യം പറഞ്ഞേ. അത് വേണ്ട, നിങ്ങളാരോ ഒന്നും അറിയണ്ട. നീ കാര്യം പറ കാർത്തി. അത് പിന്നെ ഞാൻ സുന്ദരിയുടെ ജാതകം ഒന്ന് നോക്കിയായിരുന്നു. ശ്രീധരൻ ജോത്സ്യന്റെ അടുത്താണോ നോക്കിയേ? അല്ല, വേറൊരാള്. എന്നിട്ട് എന്തു പറഞ്ഞു? പറഞ്ഞൊന്നും അത്ര നല്ലതല്ല. ഈ വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു എന്നാ ജോത്സ്യര് പറഞ്ഞത്. എന്നുവെച്ചാ വല്ല കുഴപ്പമുണ്ടാവോ? സുന്ദരി ഈ വീടിന്റെ മരുമകളായത് കാരണം ദോഷം വരാൻ പോകുന്നത് ഈ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കുമാണ്. ഈ കുടുംബത്തിന് തന്നെ ആപത്താണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം ജീവഹാനി വരെ ഉണ്ടാകും. എന്റെ അച്ഛനും അമ്മയ്ക്കും വല്ലതും പറ്റിപ്പോയാ അതെനിക്ക് സഹിക്കാൻ പോലും കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും മോനെ? അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. മാധവേട്ട, നീ കിടക്കുന്ന കിടന്നോ, കണക്ക് നോക്കി തീർന്നില്ല. വലിയ ആലോചനയിലാണല്ലോ. എന്തു പറ്റി ലക്ഷ്മി? നീ ഈ ലോകത്തൊന്നും അല്ലേ? എന്തു പറ്റിന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നീ പറയണ്ട. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ലക്ഷ്മി, എന്താ കാര്യം? അത് കാർത്തിയുടെയും സുന്ദരിയുടെയും കാര്യമാ. അവക്കിപ്പോ എന്താ കുഴപ്പം? കാർത്തി സുന്ദരിയുടെ ജാതകം കൊണ്ടുപോയി നോക്കിച്ചു. എന്തിന്? അതെനിക്കറിയില്ല. എന്നിട്ട്? അത്ര നല്ലതല്ലെന്നാ പറഞ്ഞത്. വളച്ചുകെട്ടൽ എന്തിനാ? പറയ്. സുന്ദരിയുടെ ജാതകം ദോഷമുണ്ടെന്നാണ് അത്ര ജോത്സ്യം പറഞ്ഞത്. ലക്ഷ്മി, എന്ത് ദോഷം? അതായത് സുന്ദരിയുടെ ജാതകദോഷം കാരണം ഈ കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും മരണം വരെ സംഭവിക്കാന്ന്. അങ്ങനെയാകുമ്പോ അപകടം നമുക്കാണല്ലോ ലക്ഷ്മി. എന്റെ കാര്യം വിട്. നിങ്ങൾക്ക് അപകടം പറ്റുമെന്ന എന്റെ പേടി. ജാതക പൊരുത്തം പോലും നോക്കാതെ ഈ വിവാഹം നടത്തണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. എന്റെ ലക്ഷ്മി, ഏത് ജാതക പൊരുത്തം നോക്കിയിട്ടാ നമ്മുടെ മോളുടെ കഴുത്തിൽ കൃഷ്ണൻ താലി കെട്ടിയത്? അവർക്കെന്താ ഒരു കുഴപ്പം? സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? എന്നാലും കാർത്തി അങ്ങനെ പറഞ്ഞപ്പോ ജാതക പൊരുത്തത്തിലൊന്നും ഒരു കാര്യമില്ല. 10 10 പൊരുത്തുള്ള ബന്ധങ്ങൾ പോലും പിരിയുന്നില്ലേ? ജാതക പൊരുത്തത്തിലല്ല, മനപ്പൊരുത്തത്തിലാണ് കാര്യം. നമ്മുടെ കുട്ടിയൊക്കെ അതുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ.
ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് പോലും ചോദിച്ചില്ലല്ലോ. എന്താ? എന്നെ തീരെ ഇഷ്ടമല്ല അല്ലേ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. എന്റെ കൺസെപ്റ്റിലുള്ള ഒരു പെണ്ണെ അല്ലതാണ്. വീണ്ടും വീണ്ടും ചോദിച്ചു എന്ന് കരുതി എന്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. അമ്മയോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്? എങ്ങനെ? എനിക്ക് ജാതകദോഷം ഉണ്ടെന്ന് അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എങ്ങനെ? ഞാൻ കേട്ടായിരുന്നു. എങ്ങനെ കേട്ടു എന്നാണ് ചോദിച്ചത്. താൻ മുറിയിൽ നിന്ന് പോയതിനു ശേഷമാ ഞാനത് അമ്മയോട് പറഞ്ഞത്. അത് പിന്നെ താൻ എങ്ങനെയാ കേട്ടത്? ഒളിഞ്ഞെന്ന് കേട്ടു അല്ലേ? അയ്യോ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അബദ്ധത്തില്. ഒരബദ്ധമല്ല. ഇതൊരുമാതിരി നാട്ടിൻപുറത്തെ പിള്ളേരുടെ തരം താഴ്ന്ന പരിപാടിയാ. മേലിൽ ഇത്തരം പരിപാടികൾ ഈ വീട്ടിൽ ആവർത്തിക്കരുത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എടീ, തോന്നിയതായിരുന്നു. ആ ലൈറ്റ് ഓഫ് ചെയ്യും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതാരാ? എന്ത് പറ്റി രാവിലെ? ഒന്നുമില്ല, ഒരു ഫ്രണ്ടിനെ കാണാൻ പോണായിരുന്നു. പോകും വഴി ഇവിടെ കയറി സുന്ദരി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത്രേ ഉള്ളൂ. സുന്ദരി അകത്തുണ്ട്, ചെല്ല്. അല്ല, മരുമോൾ എങ്ങനെയുണ്ട് ആന്റി? നിങ്ങള് കമ്പനിയൊക്കെ ആയോ? അയ്യോ, അതൊരു പാവം കൊച്ച, ഒരു മിണ്ടാപ്പൂച്ച. മിണ്ടാപ്പൂച്ച കാലം അടയ്ക്കാതെ നോക്കണം. ഗൗരി, ആ സുന്ദരി, ഞാൻ അകത്തേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ആ അല്ല, അതുപോട്ടെ, കറങ്ങനൊക്കെ പോയോ രണ്ടാളും? കാർത്തിയല്ലേ ആള്. അവന് ജോലി കഴിഞ്ഞ സമയം വേണ്ടേ? ഒന്ന് ഈ ലാപ്ടോപ്പ് തുറന്ന് കുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോണില്. വലിയ ജോലിയല്ലേ, നല്ല തിരക്കാ, അതാ. എന്നാലും അതങ്ങനെ അല്ലല്ലോ. ഇപ്പൊ കറങ്ങാൻ പോയില്ലെങ്കിൽ പിന്നെ വയസ്സാങ്കാലത്താണോ പോകുന്നത്? എന്റെ സുന്ദരി, ഹണിമൂണിനൊക്കെ പോണെന്ന് പറയണം കാർത്തിയോട്. വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ചുറ്റിത്തിരിയണമെന്നേ. ഏയ്, അതൊന്നും വേണ്ട. എന്താ സുന്ദരിക്ക് ആഗ്രഹമില്ല അങ്ങനൊക്കെ പോവാൻ? ആഗ്രഹമുണ്ട്, പക്ഷെ ഊട്ടിയിലും കൊടൈക്കനാലിലൊന്നും അല്ല. പിന്നെ അമ്പലത്തിൽ പോവാൻ. ഓ, അമ്പലത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന എന്തിനാ? പോയാ പോരെ? അതല്ല, ഞാൻ ഒറ്റയ്ക്കല്ല പോവേണ്ടത്. ഓ, മനസ്സിലായി. കാർത്തിക്കിനെ കൂടെ കൊണ്ടുപോണ അല്ലേ? അതോ കാർത്തിക് സുന്ദരി കൊണ്ടുപോണോ?
അമ്പലത്തിൽ ചെല്ലുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് കെട്ടിയോന്റെ നെറ്റിയില് ചന്ദനക്കുറി തൊട്ടുകൊടുക്ക, അതൊക്കെയല്ലേ ഉദ്ദേശം? അത് മാത്രമല്ല, അമ്മ കൊണ്ടുവന്ന നേർച്ചക്കിഴി ഭണ്ഡാരത്തിലിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം. അല്ല, മനസ്സിലാവഞ്ഞിട്ട് ചോദിക്കുക, ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് വന്ന് പറയുന്നേ? അവനെ വിളിച്ചോണ്ടങ്ങ് പോയാ പോരെ? അതല്ല, അമ്മ ഒന്ന് പറയോ എന്നെയും കൊണ്ട് അമ്പലത്തിൽ പോവാൻ? ഒറ്റ അടിയെ ചെന്നാലുണ്ടല്ലോ, ഭർത്താവിനെ കൊണ്ട് അമ്പലത്തിൽ പോവാൻ അമ്മായിയമ്മയുടെ വക്കാലത്ത്. നീ കൊള്ളാലോടി മോളെ. അത് ഞാൻ പറഞ്ഞ സമ്മതിച്ചില്ലെങ്കിലോ അമ്മേ, ദൈവത്തിന്റെ കാര്യമല്ലേ. അവ സമ്മതിക്കും. മോള് എന്ന് അവനോട് കാര്യം പറ. പറഞ്ഞല്ലേ അറിയൂ സമ്മതിക്കോ ഇല്ലയോന്ന്. മോളെ, മടിച്ചു നിക്കാതെ ചെല്ല് സുന്ദരി. ചെല്ല്. അപ്പൊ ചോദിക്കല്ലേ? ധൈര്യമായിട്ട് ചെല്ല്. കണ്ടില്ലേ, പഞ്ചപാവുക. അതെ, എന്താ? എനിക്കല്ല, നമുക്കൊന്ന് അമ്പലത്തിൽ പോവണ്ടേ? എന്തിനാ? അമ്മ പറഞ്ഞ വഴിപാട് നടത്താൻ. ഞാനെങ്ങുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. നമ്മള് രണ്ടുപേരും ചേർന്ന് വഴിപാട് നടത്തണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നെ. അമ്മ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. ആ താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയാ മതി, പ്ലീസ്. അമ്പലത്തിൽ പോയേ മതിയാവൂന്നുണ്ടെങ്കിൽ തനിച്ചങ്ങ് പോയാ മതി. എന്തു പറച്ചില്ല കാർത്തി ഇത്? വിവാഹം കഴിഞ്ഞ് ഭാര്യ ഒന്ന് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞാ ഉടൻ തനിച്ചു പോയാ മതി എന്നാണോ പറയേണ്ടത്? അതെ, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിങ്ങള് വലിയ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? തട്ടിയും മുട്ടിയും സ്നേഹിച്ചു പോകുന്നതിനിടയിൽ പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അത് തന്നെയാ പറഞ്ഞത്. ഞാൻ അന്ന് ഇടപെട്ടത് അതുകൊണ്ടൊന്നും അല്ല. ഈ കൊച്ചു വന്ന് ഏട്ടനോടൊന്ന് പറയോന്ന് എന്നോട് ആന്റിയോട് മാറിയും തിരിഞ്ഞും ചോദിക്കായിരുന്നു. ഞങ്ങളാ നീ തന്നെ കാർത്തിയോട് ചോദിക്കുന്നു പറഞ്ഞ് ഈ കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സുന്ദരി, നിനക്ക് അമ്പലത്തിൽ പോയ പോരെ? ഞാൻ കൊണ്ടുപോവാ നിന്നെ. വാ. എന്തിനാ മടിച്ചു നിൽക്കുന്നെ? പോയി റെഡിയായി വാ സുന്ദരി. വേണ്ട, അങ്ങനെ പോയിട്ട് കാര്യമില്ല. പോകുന്നെങ്കി ഞങ്ങൾ ഒരുമിച്ചേ പോവൂ. കണ്ടോടാ ആ കൊച്ചിന്റെ മനസ്സ്. നിനക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ പോവാം, തനിച്ച്. അല്ലെങ്കിൽ പോണ്ട. എന്ത് പറച്ചിലടാ നീ പറയുന്നേ? ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി ഇവളുടെ തലക്കൊഴിഞ്ഞു വെച്ചിരുന്ന നാണയങ്ങള് നിങ്ങൾ ഒരുമിച്ച് തന്നെ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിടണം. അമ്മേ, അത് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെയിലൊക്കെ അയക്കാനുണ്ട്. എന്തയക്കാനുണ്ടെങ്കിലും അമ്പലത്തിൽ പോയി വന്നിട്ടുള്ള അയപ്പൊക്കെ മതി. അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദേ അച്ഛനെങ്ങാനും ഇത് കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ, മര്യാദക്ക് പോയി റെഡിയായി അമ്പലത്തിൽ പോവാൻ നോക്ക്. ചെല്ലടാ. ഓ, ജോലി എന്ന് പറഞ്ഞ ഭ്രാന്തായി ചെക്കന്. ചെല്ലു മോളെ, വേഗം റെഡിയാക്കി അവനെ ഇറക്കിക്കൊണ്ടുവാ. ചെല്ല്. ഓ, ഈ പിള്ളേരുടെ ഒരു കാര്യം. നീ വാടി, ചായ എടുക്ക.
അത്യാവശ്യമുള്ള കോളായിരിക്കും. വണ്ടി നിർത്തിയിട്ട് ഫോൺ എടുത്തോ. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. ഫോൺ എടുക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് പേടിയാ. ഒന്ന് പതുക്കെ പോകുന്നതല്ലേ സേഫ്? ആരുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം.